മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ഇറങ്ങുകയാണ്. ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് പുറപ്പെടുന്നു. അദ്ദേഹത്തിനൊപ്പം മുഹമ്മദ് ഷിയാസ് MLA ഒക്കെ നമുക്ക് കാണാം. മാധ്യമങ്ങളോട് ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പ്രതികരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ബജറ്റാണ് UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്, വി.ഡി. സതീശൻ്റെ ബജറ്റ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് കേരളത്തിന്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ടാകുമെന്ന് കരുതപ്പെടുന്ന ഒരു ബജറ്റാണിത്. എല്ലാത്തരം വിഭാഗങ്ങളിലുള്ള ജനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ആ പെട്ടിയിലുള്ള ആ ബജറ്റിനകത്തുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നിയമസഭയിലേക്ക് എത്താൻ അധികം സമയം വേണ്ട. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കന്റോൺമെന്റ് ഹൗസിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിച്ചേരാം. 9 മണിക്കാണ് ബജറ്റ് അവതരണം. അദ്ദേഹം മാധ്യമങ്ങളോട് ഒന്നും പ്രതികരിച്ചില്ല. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ബജറ്റുമായി ഇറങ്ങുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ബിനിൽ ലീല സാബു തുടരുന്നുണ്ട് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന്. ബിനിൽ, അങ്ങനെ CM ഇറങ്ങി, പക്ഷേ മാധ്യമങ്ങളോടൊന്നും പറഞ്ഞില്ല. സേതു, വളരെ നിറഞ്ഞ ചിരിയാണ് അദ്ദേഹത്തിനുള്ളത്. വിസ്മയങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ചിരി മാത്രമായിരുന്നു മറുപടി. എന്തായാലും ബജറ്റിൽ എന്തൊക്കെയോ അദ്ദേഹം കാത്തുവെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ചിരിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. നിലവിൽ എന്തായാലും അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് വാഹനത്തിൽ കയറി ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ഏകദേശം 2-3 മിനിറ്റുകൾക്കുള്ളിൽ നിയമസഭയിലേക്ക് എത്തും. കൃത്യം 9 മണിക്കാണ് ബജറ്റ് പ്രസംഗം ആരംഭിക്കുക. നേരത്തെ ഇവിടേക്ക് മുഖ്യമന്ത്രി ഓഫീസിലെ IAS ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ചീഫ് സെക്രട്ടറി A.G. തിലക് രാവിലെ തന്നെ ഇവിടെ എത്തുന്നു. അതിനുശേഷം NK ഉമേഷ്, രത്തൻ യു ഖേൽക്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ബജറ്റ് ചില കാര്യങ്ങളൊക്കെ പിന്നാലെ 5 ഇവിടേക്ക് അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത് നമുക്കറിയാം. ബജറ്റ് അച്ചടിച്ച ബജറ്റ് ധനം കൈമാറുന്നത് ഒരു ചടങ്ങാണ്. അത് അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 7:45 അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന്, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് ആ ബജറ്റ് അദ്ദേഹം നേരത്തെ മുമ്പിൽ ഉയർത്തിക്കാണുകയാണ്. ഒരു മിനിറ്റ് ബിനിൽ, ഞാൻ ബിനിലിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ നിന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിലേക്ക് പുറപ്പെട്ടു. അർജുൻ നിയമസഭയ്ക്ക് മുന്നിൽ നിന്നുണ്ട്. അർജുൻ, നിയമസഭയിലേക്ക് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് എത്താൻ വളരെ കുറച്ച് സമയം. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചോദ്യം തീരുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അവിടേക്ക് എത്താനും സാധ്യതയുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുകയാണ്. സേതു, അല്പസമയത്തിനകം തന്നെ നിയമസഭാ കവാടത്തിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തും. UDF സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് അവതരണം കൃത്യം 9 മണിക്ക് തന്നെ ആരംഭിക്കും. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. അല്പസമയം തൊട്ടടുത്ത് തന്നെയാണ്, കന്റോൺമെന്റ് ഹൗസിന് തൊട്ടടുത്താണ് നിയമസഭ. അതുകൊണ്ട് തന്നെ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്താൻ. 9 മണിക്ക് കൃത്യം ബജറ്റ് അവതരണം തുടങ്ങും. വലിയ പ്രതീക്ഷകൾ ജനങ്ങൾക്കൊക്കെ ഉള്ളതാണ്. എന്തൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, ജനക്ഷേമമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ആകാംക്ഷ ഉണ്ട്. എന്തൊക്കെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലുള്ള ആകാംക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ബജറ്റ് അവതരണം സേതു അല്പസമയത്തിനകം എത്തും. സിഗ്നലിലുണ്ട് വാഹനം. അല്പസമയത്തിനകം തന്നെ ഇതാ വരുന്നുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നിയമസഭാ കവാടത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം എത്തുകയാണ്. സാധാരണ 8:45-നൊക്കെയാണ് ധനമന്ത്രിമാർ നിയമസഭയിലേക്ക് എത്തുന്നതെങ്കിൽ ഇതാ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് അവതരണത്തിനായി നിയമസഭാ കവാടം കടന്ന് പോകുന്നു. മുൻസീറ്റിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. കൃത്യം 9 മണിക്കാണ് ബജറ്റ് അവതരണമെങ്കിലും അദ്ദേഹം
മറ്റെല്ലാ ധനമന്ത്രിമാരെക്കാളും നേരത്തെ എത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 20-25 മിനിറ്റോളം ഇനിയും ബാക്കിയുണ്ട് ബജറ്റ് അവതരണത്തിന്. പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. 8:35 അദ്ദേഹം നിയമസഭാ കവാടത്തിലേക്ക് എത്തി. കൃത്യം 9 മണിക്ക് ബജറ്റ് അവതരണം തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും എന്നുള്ള ആകാംക്ഷ തന്നെയാണ് ഉള്ളത്. ഇനി നിയമസഭയിൽ എത്തി അദ്ദേഹം മറ്റ് നിയമസഭാ അംഗങ്ങളോട് സംസാരിക്കും. അതിനുശേഷം പിന്നീട് കൃത്യം 9 മണിക്ക് ബജറ്റ് അവതരണം തുടങ്ങും. സേതു. ഓക്കെ, മുഖ്യമന്ത്രിയുടെ വാഹനം നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞു. അർജുൻ പറഞ്ഞതുപോലെ 9 മണിയോടുകൂടിയാണ് ബജറ്റ് അവതരണം തുടങ്ങുക. രാവിലെ ഇപ്പോൾ അല്പസമയം മുമ്പ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന ഘട്ടത്തിൽ CM പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. ചോദ്യങ്ങൾക്കൊക്കെയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊക്കെയും നിറഞ്ഞ ചിരിയായിരുന്നു VD സതീശൻ മറുപടിയായി നൽകിയത്. ഇവിടെയും ഇപ്പോൾ മാധ്യമപ്രവർത്തകർ കാത്തു നിൽപ്പുണ്ട് CM എന്തെങ്കിലും പറയുമോ എന്നറിയാനായി. നോക്കാം എന്തെങ്കിലും അദ്ദേഹം പ്രതികരിക്കുമോ എന്ന്. തൽക്കാലം ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇല്ല, ഇവിടെയും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം നിയമസഭയ്ക്കുള്ളിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അർജുൻ, ഇപ്പോൾ CM അവിടേക്ക് എത്തി. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോഴോ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുമ്പോഴോ CM ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. എല്ലാം നിങ്ങൾ കാത്തിരുന്നോളൂ, അറിഞ്ഞോളൂ, കേട്ടോളൂ, ആ ഒരു മൂഡാണെന്ന് തോന്നുന്നു CM-ന്. ഒന്നും